പഠിച്ചത് പകർന്നു കൊടുക്കാൻ വാക്ചാരുതിയും മികച്ച സാഹിത്യഭാഷയും അവർക്കുണ്ടായിരുന്നു എന്നതും അവരുടെ മാറ്റുകൂട്ടുന്നു. അഹ്നസ് ബിൻ ഖൈസ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ അബൂബക്കറിൻ്റെയും ഉമർ, ഉസ്മാൻ, അലി എന്നിവരുടെയും മറ്റുള്ളവരുടെയും മറ്റു പ്രഭാഷകരുടെയും പ്രഭാഷണം കേട്ടിട്ടുണ്ട്. എന്നാൽ ആയിഷയെക്കാളും മനോഹരമോ ശ്രേഷ്ഠമോ ആയ സംസാരം ഒരു സൃഷ്ടിയിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല. 3 സാഹിത്യകാരന്മാർ എന്ന് പ്രസിദ്ധപ്പെട്ട 3 ആളുകളിൽ ഒരാളായ മൂസ ബിൻ ത്വൽഹ ആയിഷ ബീവിയെ സംബന്ധിച്ച് പറഞ്ഞത്, അവരെക്കാൾ സാഹിത്യഭാഷയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. പിൽക്കാലത്തുണ്ടായ ഭരണരംഗത്തെ ആഭ്യന്തര കുഴപ്പങ്ങളിൽ തൻ്റെതായ നിലപാടുകൾ എടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും 9 വയസ്സ് മുതൽ 9 വർഷം തിരുനബിയോടൊപ്പം ജീവിച്ച് പ്രവാചകത്വ നിർവഹണത്തിൽ മേൽപ്പറഞ്ഞതിലും അപ്പുറമുള്ള മഹാദൗത്യം നിർവഹിച്ച ബീവി ആയിഷയെ കേവലം 5ാം ക്ലാസ്സുകാരി കുട്ടിയായും ആ വിവാഹത്തെ കുട്ടികളോടുള്ള ലൈംഗികാഭിനിവേശത്തിൻ്റെ ഭാഗമായും വക്രീകരിച്ച് പൊതുസമൂഹത്തിൽ നീലവർത്തമാനങ്ങൾ ഛർദ്ദിക്കുന്നവരോട് പുച്ഛം മാത്രം. ശിശു വിവാഹത്തെ അശ്ലീലമായി തോന്നുന്നത് വിവാഹമെന്നാൽ ലൈംഗികത മാത്രമാണെന്ന അല്പത്തരത്തിൽ നിന്നാണെന്ന് പറഞ്ഞത് മറക്കാതിരിക്കുക. പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകളോടെ വിവാഹത്തിനൊരു നിശ്ചിത പ്രായം നിശ്ചയിക്കേണ്ടതില്ലെന്ന സുചിന്ത്യ കാഴ്ചപ്പാടിലാണ് ഇസ്ലാം. 100 വയസ്സുള്ള സ്ത്രീക്കും വിവാഹിതയാകാമെന്നർത്ഥം.